ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ വല്യേട്ടൻ റിലീസ് ചെയ്യാൻ പോകുന്നത് 29-ാം തീയതിയാണ്. കൃത്യം പറഞ്ഞാൽ 7 ദിവസം കൂടെ മാത്രം ബാക്കി നിൽക്കുന്നു. ഒരു റീ റിലീസ് സിനിമയാണ്, എല്ലാവർക്കും അറിയാം. മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു റീ റിലീസ് സിനിമ, കാരണം മമ്മൂട്ടിയുടെ ഒട്ടുമിക്ക സിനിമകളും അല്ലെങ്കിൽ പൂർണ്ണമായും പറഞ്ഞാൽ 90% സിനിമകളും കഴിഞ്ഞ 5 വർഷമായിട്ട് എടുത്തു നോക്കിയാൽ എല്ലാം തന്നെ വമ്പൻ വിജയങ്ങളായിരുന്നു. ഇനി ഒരു റീ റിലീസിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ വലിയൊരു നാണക്കേട് മമ്മൂട്ടി ആരാധകരുടെ മനസ്സിലുണ്ട്. അതായത് പാലേരി മാണിക്യം എന്ന സിനിമയ്ക്ക് ഒട്ടും തന്നെ ആളുകൾ കയറിയില്ല എന്നുള്ളത്. അത് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമുക്ക് ട്രോളുകളും കാര്യങ്ങളുമായിട്ട് ആരാധകർ തമ്മിലുള്ള ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി പറഞ്ഞു വരുന്ന കാര്യം വേറെയൊന്നുമല്ല, ഈ ഒരു സിനിമ 1 കോടി അടിക്കണമെങ്കിൽ എങ്ങനെ എന്നുള്ളതാണ്. അതായത് ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഒരു സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസിലേക്ക് ചെല്ലുകയാണ്. ലക്കി ഭാസ്കർ എന്ന സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ കിട്ടിയ അല്ലെങ്കിൽ ട്രാക്കേഴ്സ് മുഖാന്തരം 93 ലക്ഷം രൂപ വന്ന ഒരു ദിവസത്തെ കണക്കാണ്. അന്ന് 731 ഷോകളിൽ നിന്ന് 60,037 പേര് കണ്ടപ്പോൾ ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന ആ സിനിമയുടെ കളക്ഷൻ 93 ലക്ഷം രൂപയാണ്. അതായത് 1 കോടി 25 ലക്ഷം രൂപ, 1 കോടി 30 ലക്ഷം രൂപയാണ് സിനിമയുടെ ശരിക്കുമുള്ള ഗ്രോസ് വന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സിനിമ 1 കോടി അടിക്കണമെങ്കിൽ ഏകദേശം എത്ര പേർ കാണണം എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കും. ഏകദേശം ഒരു 50,000-ന് അടുത്ത് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സിനിമയ്ക്ക് 1 കോടി നേടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ ഒരു ആവറേജ് ടിക്കറ്റ് റേറ്റ് 160 രൂപ വെച്ച് കൂട്ടിയാൽ പോലും അങ്ങനെ തന്നെയാണ്. 60,000-നടുത്ത് ആളുകൾ കാണണമെന്നുള്ളതാണ്. ഏകദേശം 100-നടുത്തുള്ള തിയേറ്ററുകളിലാണ് സിനിമ വരാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, അതായത് എല്ലാത്തരം ആരാധകരെയും, അതായത് മമ്മൂട്ടിയുടെ മാത്രമല്ല മോഹൻലാലിൻ്റെയും ബാക്കിയുള്ള നടന്മാരുടെയൊക്കെ ആരാധകരുടെ ഒരു കാര്യമാണ്. എലോൺ പോലെയുള്ള ഒരു മോഹൻലാൽ സിനിമ വന്നത് വളരെ ലോ ബഡ്ജറ്റാണ്. നമുക്കറിയാം, കൊറോണ സമയത്ത് ഒരു റൂമിലും കുറച്ച് ഇതായിട്ട് ചിത്രീകരിച്ച സിനിമയാണ്. കൂടി വന്നു കഴിഞ്ഞാൽ അതിനൊരു 1 കോടി അല്ലെങ്കിൽ 1.5 കോടിയൊക്കെയാണ് അതിൻ്റെ ബഡ്ജറ്റ് മാക്സിമം വരാൻ കഴിയുന്നത്. അങ്ങനെ ഉള്ള ആ ഒരു സിനിമ 1 കോടി പോലും തികച്ച് നേടിയില്ല എന്നുള്ളതാണ്. അതിനകത്തിൽ വലിയ നാണക്കേട് കാര്യങ്ങൾ മോഹൻലാൽ ഫാൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രോളായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കാര്യം അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. അത് ട്രോളോ അല്ലെങ്കിൽ കളിയാക്കലുകളോ മാത്രമല്ല. ആരാധകർ വെറുതെ ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഒരു 60,000 പേർ സിനിമ കണ്ടിരുന്നുവെങ്കിൽ ആ സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയേനെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മമ്മൂട്ടിയുടെ സിനിമയായ പാലേരി മാണിക്യത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് സിനിമ കാണാൻ കയറിയത്. ഇനി വല്യേട്ടൻ എന്ന സിനിമ വരുമ്പോൾ മമ്മൂട്ടിയുടേതായി വലിയ രീതിയിൽ വിജയം നേടിയ സിനിമ തന്നെയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 24 വർഷങ്ങൾക്ക് മുമ്പ് വലിയ സിനിമയായിരുന്നു. നമ്മൾ എന്നും മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നാൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് വേണമെങ്കിൽ പറയാം. കൈരളി ചാനലിൽ ഏകദേശം 2000-നടുത്ത് തവണയാണ്, 1900-ഓളം തവണകളാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഇത്രത്തോളം പേര് കണ്ടാൽ മാത്രമേ സിനിമയ്ക്ക് 1 കോടിയെങ്കിലും നേടാൻ കഴിയൂ, അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള എമൗണ്ട് കിട്ടൂ. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ഫാൻ ഫൈറ്റുകളോ ട്രോളുകളോ ചെയ്യുന്നതിന് പകരം ആരാധകർ ആരുടെയാണെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടത് ഇത് തന്നെയാണ്. ഇതേപോലെയുള്ള റീ റിലീസ് കാണാനായിട്ട് ഒരുപാട് പ്രേക്ഷകരൊന്നും കാത്തിരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഫാൻസ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ആണിക്കല്ല് എന്ന് തന്നെ പറയാം. അവരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ സിനിമ ഇറങ്ങുന്നത്. പിന്നെ നല്ലതായിട്ട് തിയേറ്ററിൽ ഓടുമ്പോൾ കുറച്ച് ആളുകൾ പോകും. ഒരു 20% പുറത്തുള്ള ആളുകൾ ഈ സിനിമ കാണാൻ വരുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ബാക്കി 80% ഫാൻസിൻ്റെ കയ്യിൽ തന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയവും പരാജയവുമെല്ലാം. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇത് ജസ്റ്റ് ഒരു അവയർനെസ് ആണ്, അല്ലാതെ വേറെ ഒന്നും തന്നെയായിട്ട് കാണേണ്ട കാര്യമില്ല. സിനിമ 1 കോടിയോ 2 കോടിയോ 5 കോടിയോ എത്രയാന്ന് വെച്ച് നേടിക്കോട്ടെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്രയും പേര് കണ്ടാലേ 1 കോടി നേടാൻ കഴിയുള്ളൂ. ഒരു പക്ഷേ കുറച്ചും കൂടെ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒന്ന് കാത്തിരിക്കുക. നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം. ആരൊക്കെയാണ് ഈ സിനിമ കാണാൻ പോകുന്നത്, എവിടെയൊക്കെയാണ് കാണാൻ പോകുന്നത്, നിങ്ങൾ ആദ്യമായിട്ടാണോ കാണാൻ പോകുന്നത്, എല്ലാം നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.